ശിവചരിതം പാരായണം. വിരിഞ്ഞു വിണ്ണിൽ തെളിതാരകങ്ങൾ, തെളിഞ്ഞു മഞ്ഞിൽ പുതുപൂക്കളപ്പോൾ, രാമാഭിഷേകത്തിനു വേണ്ടി മഞ്ഞും വിണ്ണും വിധാനിച്ചതുപോലെ തോന്നി. അന്തിക്കതിർപ്പൊന്നണിയിച്ചു ഭംഗ്യാ നിരന്നു കാണുന്ന ശിലോച്ചയങ്ങൾ, കാലത്തെഴുന്നള്ളുവതിന് പട്ടം കെട്ടിച്ച കുംഭീന്ദ്രൻ കണക്കു നിന്നു. വണ്ടാരണിച്ചാർത്തൊരു ചില്ലയിൽ പൂവിരിഞ്ഞു കാണൂ, കുളുവല്ലി വൃന്ദം ചമഞ്ഞു പൊന്താലമെടുത്തുളി നിൽക്കും സുമംഗല സ്ത്രീകൾ കണക്കു കാണായി. ശരിക്കു വായ്ക്കെട്ടിയുരുക്കി വെച്ച നീലാഭ്രവൃന്ദം ഗഗനത്തിൽ മിന്നി സമാഹരിച്ചോരഭിഷേകതീർത്ഥം നിറച്ചു വെച്ചുള്ള മണിക്കുടമ്പോൾ, ദിനേശനെ നാടു കടത്തുവാനും അഹസ്യനെ സിന്ധുവിലാഴ്ത്തുവാനും കൈകേയിതൻ മാളിക മച്ചിലെത്തി ഇരുട്ടുപോൽ മന്ധര അന്തിനേരം. കൗടല്യ രാജ്യച്ചുമടൻ കനത്താൽ തൻ നീണ്ട ചെങ്കോൾ വെടികുത്തി രോഷകൾ പൂമത്തമേലിങ്ങനെ പള്ളി കൊള്ളും കൈകേയി ചെന്നവൾ തൊട്ടുണർത്തി. തുറന്ന നാട്ടാരുടെ കണ്ണടക്കാൻ കൈകേയിതൻ കണ്ണു വിളിച്ചുമെല്ലെ ഉണർന്നിതാ സുന്ദരി എന്നുമെന്നും പതിക്കൂ വിശ്രാന്തി അണയ്ക്കുവാനായി. കൊഞ്ചിക്കുഴഞ്ഞാടുവതിനു കൊള്ളാം ഭർത്താവ് തൻ സൂത്രമിളക്കിടുമ്പോൾ, കഷ്ടം വെറും പാവ അറിഞ്ഞിടേണ്ട തനിക്ക് രാജ്യത്തെ വിശേഷമൊന്നും. ഉലഞ്ഞ ഭൂഷാമണി നേരെയാക്കി അഴിഞ്ഞ പൂഞ്ചേര ശരിക്കൊടുത്ത് പരിഭ്രമിച്ചാൽ ഭരതൻ്റെ അമ്മ. അക്കുജേ ചാരയണച്ചിരുത്തി. ഈ സാന്ധ്യഗാനധ്വനിയെങ്കിലും തന്നപസ്വരം ചേർത്തത് മന്ധരേ നീ. എന്തേ നിനക്കിങ്ങനെ മംഗളത്തിലാ മംഗളം ചേർക്കണമെന്നു തോന്നാൻ? കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വിരോധിയായി നിന്നില്ലയെങ്കിൽ തിമിരത്തിനെന്തോ നക്കിത്തുടക്കുന്നൊരു ധേനുവിൽ താൻ പതിപ്പതിന്നു കരാളഖഡ്ഗം.